ഇസ്ലാമിൻ തേജസാണവർ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാമങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതം, കുട്ടിക്കാല ജീവിതം തുടങ്ങിയവയൊക്കെയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അബൂ ഹഫ്സ് എന്നൊരു നാമുണ്ട്. അത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വ്യക്തിത്വവുമായി 100% യോജിക്കുന്ന ഒരു നാമമാണ്. കാരണം ഹഫ്സ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അസദ്, സിംഹം എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു സിംഹമായിരുന്നു. അപ്പോൾ ഒരു സിംഹത്തിൻ്റെ പിതാവ്, ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ആപ്റ്റായിട്ടുള്ളൊരു നാമാണ് അബൂ ഹഫ്സ് എന്നത്. അബൂ ഹഫ്സ് എന്ന് എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് പേര് വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ എങ്ങനെ വിളിക്കുന്നത്. അത് പറയുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഹഫ്സ് എന്നൊരു മകനുണ്ടായിരുന്നു അത്രേ. അത് വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. പിന്നീട് ആ ഒരു മകൻ്റെ ഓർമ്മയിലാണ് പിന്നീട് ജനിച്ച ഒരു കുഞ്ഞിന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ എന്നൊരു പേര് വെച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു. ഏതായാലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അബൂ ഹഫ്സ് എന്നൊരു പേരുണ്ട്. മറ്റൊരു പേര് ഫാറൂഖ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഫാറൂഖ് എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്ന വ്യക്തി എന്നാണ്. ആ ഒരു പേരിൻ്റെ സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹദീസാണ്, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വ ഖൽബിഹി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാവിലും ഹൃദയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സ്ഥാപിച്ചിരിക്കുന്നു. വഹുവൽ ഫാറൂഖ് ഫറഖല്ലാഹു ബിഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ. സത്യവും അസത്യവും വേർതിരിക്കുന്ന വ്യക്തിയുമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് സത്യവും അസത്യവും വേർതിരിക്കുക എന്ന അർത്ഥത്തിൽ ഫാറൂഖ് എന്ന നാമവും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രശസ്തമായിട്ടുള്ള നാമം ഖലീഫയായതിനു ശേഷം അമീറുൽ മുഅ്മിനീൻ എന്ന് സിദ്ധിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പൊതുവെ പറഞ്ഞിരുന്നത് ഖലീഫത്ത് റസൂലില്ല എന്നാണ്, അഥവാ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ പ്രതിനിധി എന്ന അർത്ഥത്തിൽ. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഖലീഫത്ത് റസൂലില്ല, അത് കുറച്ച് ലോങ് ആയിരിക്കും. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ആരും വിളിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ എല്ലാവരും വിളിച്ചത് അമീറുൽ മുഅ്മിനീൻ എന്നാണ്. അമീറുൽ മുഅ്മിനീൻ എന്ന് നാമം സിദ്ധിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇറാഖിലെ ഗവർണർക്ക് 2 ആളെ അവിടുന്ന് അയച്ചു തരാൻ വേണ്ടിയിട്ടൊരു കത്തെഴുതി. കാരണം ഇറാഖിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവിടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അന്ന് ഇറാഖിലെ ഗവർണർ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്തേക്ക് ലബീദ് ബിൻ റബീഅ, അദീ ബിൻ ഹാത്തിം എന്നീ 2 വ്യക്തികളെ പറഞ്ഞയച്ചു. ഇവർ മദീനയിലെത്തി അംർ ഇബ്നുൽ ആസിനെയാണ് കാണുന്നത് റളിയല്ലാഹു തആല അൻഹു മജ്മഈൻ. അങ്ങനെ അവർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ്റെ അടുത്തേക്ക് പോവാൻ ഞങ്ങൾക്കൊന്ന് അനുവാദം തരൂ. അപ്പോൾ ആ ഒരു പേര് അംർ റളിയല്ലാഹു തആല അൻഹുവിന്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് വളരെ ഇഷ്ടമായി. അദ്ദേഹം അവരോട് പറഞ്ഞു, അൻതുമ വല്ലാഹി അസബ്തുമ ഇസ്മഹു. നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള നാമമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് നൽകിയിരിക്കുന്നത്. ഹുവൽ അമീർ വനഹ്നുൽ മുസ്ലിമൂൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു അമീറും നമ്മളൊക്കെ വനഹ്നുൽ മുഅ്മിനൂൻ അവരുടെ സത്യവിശ്വാസികളുമാണ്. അഥവാ നമ്മളൊക്കെ സത്യവിശ്വാസികളും ഉമർ റളിയല്ലാഹു തആല അൻഹു നമ്മുടെ അമീറുമാണ്. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ എന്ന ഒരു നാമം വളരെ കൃത്യമായിരിക്കുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഇവരോട് പറഞ്ഞു. അങ്ങനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഇതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോടും പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾ ഈ ഒരു പേര് എന്നെ വിളിച്ചത്? കാരണം അതുവരെ അങ്ങനെ ആരും പേര് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ 2 വ്യക്തികൾ വന്നിരുന്നു, അവരെങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു പേര് എനിക്ക് നല്ല ഇഷ്ടമായി തോന്നി, അങ്ങനെയാണ് ഞാനും അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത്. അന്ന് മുതലാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന് പൊതുവെ ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീടുള്ള കത്തിലൊക്കെ അമീറുൽ മുഅ്മിനീൻ എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഉപയോഗിച്ചത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനനം ആനക്കലഹ വർഷത്തിന് ശേഷം, അഥവാ ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള ചരിത്ര സംഭവമാണല്ലോ, ആ ഒരു ആമുൽ ഫീലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞിരുന്നു, അതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആമുൽ ഫീലിന് ശേഷം, അഥവാ ആനക്കലഹ വർഷത്തിന് ശേഷം 13 വർഷം കഴിഞ്ഞാണ് ജനിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമർ റളിയല്ലാഹു തആല അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള പ്രായ വ്യത്യാസം 13 വയസ്സായിരുന്നു. അത്രയൊരു പ്രായ വ്യത്യാസം അവർ തമ്മിലുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു നല്ല ഒരു ഹൈറ്റുള്ള വ്യക്തിയായിരുന്നു. ഖുറൈശികളിൽ തന്നെ
പറയപ്പെടുന്നത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവുമായിരുന്നു ഏറ്റവും ഹൈറ്റുള്ള നല്ല ആകാരമുള്ള വ്യക്തികൾ എന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഉമറു ഇന്നക റജുലുൻ ഖവിയ്യ, താങ്കൾ വളരെ ശക്തനായിട്ടുള്ള വ്യക്തിയാണ്. ലാ തുസാഹിമ അലൽ ഹജർ, അഥവാ ഹജറുൽ അസ്വദ് മുത്താൻ പോകാൻ വേണ്ടി താങ്കൾ ഒരിക്കലും തിരക്ക് കൂട്ടരുത്. ഫതുദിൽ ലഈഫ്, താങ്കൾ അങ്ങനെ തിരക്ക് കൂട്ടി പോവുകയാണെങ്കിൽ ദുർബലരായിട്ടുള്ളവർക്ക് അത് വളരെ പ്രയാസമായിരിക്കും. ഇൻ വജത്ത ഖൽവതൻ, അവിടെ പിന്നെ ഒഴിവ് കാണുകയാണെങ്കിൽ മുത്താം, പക്ഷേ അങ്ങനെ ഇല്ലെങ്കിൽ നേരെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത്രയും നല്ല ആകാരമുള്ള ശരീരമുള്ള വ്യക്തിയായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരീരപ്രകൃതം എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്ന് ഷിഫ ബിൻത്ത് അബ്ദില്ല എന്നിവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഉമർ റളിയല്ലാഹു തആല അൻഹു മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ചൊരു വനിതയാണ്, ഒരു സഹാബി വനിതയാണ് റളിയല്ലാഹു തആല അൻഹ. അവരൊക്കെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മാർക്കറ്റിലൂടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് വ്യക്തികളെ കണ്ടു. അവർ വളരെ പാത്തും പതുങ്ങിയും പാവങ്ങളായിട്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ മദീനക്കാർ സ്വാഭാവികമായി അങ്ങനെയല്ല, അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നടത്തത്തിലാണെങ്കിലും ഇരുത്തത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും മറ്റുള്ളവരോട് പെരുമാറുന്ന സന്ദർഭത്തിലൊക്കെ ആണെങ്കിൽ ഒരു റുജൂലിയത്ത്, ഒരു പൗരുഷം അവരുടെ സ്വഭാവങ്ങളിലും നടത്തത്തിലൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ ഇവർ അങ്ങനെയൊന്നുമല്ല, കുറച്ച് പാവങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, ആരാണ് ഇവരെന്ന് ചോദിച്ചു. അപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞ് അവർ നുസാക്ക് എന്ന് പറഞ്ഞു. നുസാക്ക് എന്ന അറബി ഭാഷയിൽ പറയുന്നത് മുതഅബ്ബിദ്, ഒരു അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് അങ്ങേയറ്റം വിനയാന്വിതരായിട്ട് നടക്കുന്നവരെ കുറിച്ചാണ്. ആ സന്ദർഭത്തിൽ ഷിഫ റളിയല്ലാഹു തആല അൻഹ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സൂചിപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അവർ പറയുകയാണ്, കാന ഉമർ ഇദാ തകല്ലമ അസ്മഅ, ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു കാര്യം പറയുകയാണെങ്കിൽ അതെല്ലാവരും കേൾക്കും. വ ഇദാ മശ അസ്റ, നടക്കുകയാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് നടക്കുക. വ ഇദാ ളറബ ഔജ, ഉമർ റളിയല്ലാഹു തആല അൻഹു അടിക്കുകയാണെങ്കിൽ നന്നായി വേദനിക്കും. വഹുവൻ നാസികു ഹക്കൻ, ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് ശരിക്ക് അള്ളാഹുവിൽ വിലയം പ്രാപിച്ചത്, മുതഅബ്ബിദായിട്ടുള്ള വ്യക്തി ഉമർ റളിയല്ലാഹു തആല അൻഹു ആണെന്ന് ഷിഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വ്യക്തിത്വമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു 100% ഒരു ലീഡർ ആകാൻ യോഗ്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അത് സ്വഭാവം കൊണ്ട് മാത്രമല്ല, തൻ്റെ നടത്തത്തിലും ഇരുത്തത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ ഒരു ലീഡറാവാൻ കെൽപ്പുള്ള വ്യക്തിയായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സഹാബി പറയുന്നുണ്ട്, മകത്തു സനതൻ ഉരീദു അൻ അസ്അല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അൻ ആയത്തിൻ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ആയത്ത് ചോദിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാലം ഒരു വർഷക്കാലം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഫമ അസ്തതിഉ അൻ അസ്അലഹു ഹൈബത്തൻ ലഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയം, ആ ഭയം കാരണം എനിക്കത് ചോദിക്കാൻ സാധിച്ചിരുന്നില്ലെന്ന് ഒരു സഹാബി പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാവാൻ കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്, തൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുട്ടിക്കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ നന്നായി സ്വാധീനിക്കും. അവർ നല്ല സ്ട്രോങ് ഉള്ള വ്യക്തിയായിത്തീരും. ഒരു ദിവസം ഒരു വാദിയിലെത്തിയ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ ഓർക്കുകയാണ്. ഖലീഫയൊക്കെ ആയതിനു ശേഷമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ ഒരു താഴ്വാരത്ത് ഞാൻ എൻ്റെ പിതാവായിരുന്ന ഖത്താബ് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒട്ടകത്തെ മേച്ച് നടന്നിട്ടുണ്ട്. അവർ ഭയങ്കര സ്ട്രോങ് ഉള്ള വ്യക്തിയായിരുന്നു, ഭയങ്കര പരുഷമായിട്ട് പെരുമാറുന്ന വ്യക്തിയായിരുന്നു. എന്തെങ്കിലും വീഴ്ച വരികയാണെങ്കിൽ എന്നെ അടിക്കുകയും വർക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് എന്നെ പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് വഖദ് അംസൈതു വലൈസ ബൈനി വബൈനല്ലാഹി അഹദുൻ, ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അത്രയധികം പ്രയാസം അനുഭവിച്ച് ഞാൻ ഇന്ന് വലിയൊരു സ്ഥാനത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്നെ തടയാനോ അല്ലെങ്കിൽ എനിക്ക് നേരെ വിരൽ ചൂണ്ടാനോ ആരുമില്ല ഒരു സൂചിപ്പിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു അനുഗ്രഹത്തെ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഓർക്കുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ ഉള്ളുലക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കവിത ആലപിക്കുന്നുണ്ട്. ലാ ഷൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതഹു, നീ കാണുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ സന്തോഷഭാവത്തോടെ അവസാനിക്കുന്നതല്ല. യബ്ഖൽ ഇലാഹു വയഫ്നൽ മാലു വൽ ബലദു, അള്ളാഹു മാത്രമേ നിലനിൽക്കുകയുള്ളൂ, നമ്മുടെ സമ്പത്തും മക്കളും എല്ലാം ഇല്ലാതായിത്തീരും. ഉമർ റളിയല്ലാഹു തആല അൻഹു ആലപിക്കുന്ന ഒരു കവിതയാണ്.
ലൻ തുഗ്നി അൻ ഹുർമുസ് യൗമൻ ഖസാഇനുഹു. ഹുർമുസ് എന്ന് പറഞ്ഞാൽ രാജാവാണ്. ഹുർമുസിന് തൻ്റെ നിധികളൊന്നും, ആ രാജാവിന് തൻ്റെ പക്കലുള്ള നിധികളൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല. വൽ ഖുൽദു ഖദ് ഹാവലത് ആദുൻ ഫമാ ഖലദു. ആദ് സമുദായം അവർ അമരത്വം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നെന്നും ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. വലാ സുലൈമാൻ ഇത് തജ്രി റിയാഹു ലഹു. കാറ്റ് പോലും കീഴ്പ്പെട്ട സുലൈമാൻ പോലും എന്നെന്നും നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല. വൽ ഇൻസു വൽ ജിന്നു ഫീമാ ബൈനഹും ബുറുദു. ഇൻസും ജിന്നും ജനങ്ങളും ജിന്നുകളും എല്ലാം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് കീഴ്പ്പെട്ടിരുന്നു, അവരുടെ സൈന്യത്തിലുണ്ടായിരുന്നു. ആ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും ഈ ഭൂമി ലോകത്ത് നിന്നും നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, ഐനൽ മുലൂകുല്ലതി കാനത് മുസല്ലതൻ. അധികാരമുള്ള രാജാക്കന്മാരൊക്കെ എവിടെ പോയി? മിൻ കുല്ലി ഔബിൻ ഇലൈഹാ റാകിബുൻ യഫിദു. എല്ലാ ദിശകളിൽ നിന്നും എല്ലാ നാടുകളിൽ നിന്നും അവരിലേക്ക് ആൾക്കാരൊക്കെ വരുമായിരുന്നു. അങ്ങനത്തെ രാജാക്കന്മാരൊക്കെ ഇന്ന് എവിടെ പോയി? ഹൗലൻ ഹുനാലിക മൗറൂദും ബിലാ കദിബിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നൽകുന്ന ഹൗലുൽ കൗസറിൻ്റെ അടുത്തേക്ക് എല്ലാവരും നിർബന്ധമായിട്ടും എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ലാ ബുദ്ദ മിൻ വിർദിഹി യൗമൻ കമാ വർദു. ആ ഒരു സ്ഥലത്തേക്ക് നിർബന്ധമായിട്ടും എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഉമർ റളിയല്ലാഹു തആല അൻഹു ആലപിക്കുന്ന അതിമനോഹരമായ ഒരു കവിതയാണ്. അഥവാ ഖലീഫയായതിനു ശേഷം തൻ്റെ കുട്ടിക്കാലം ഓർക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ കവിതയൊക്കെ ആലപിക്കുന്നത്. അഥവാ ഒന്നും ഈ ലോകത്ത് ശാശ്വതമല്ല. ഇങ്ങനെ അങ്ങേയറ്റം സ്ട്രോങ് ആയ ഒരു വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.